എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരു കൊണ്ട് ഒരു ഉണ്ട, നമ്മൾ അവലോസുണ്ട ഉണ്ടാക്കുന്ന പോലെ ഉണ്ട ഉണ്ടാക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യമായി ചക്കക്കുരു, പച്ചക്കുരു, പിന്നെ ഇത് ശർക്കര, നാടൻ ശർക്കരയാണ്, ഇത് തേങ്ങ ആവശ്യമുണ്ട് നമുക്ക്. ഇനി ഏലക്ക വല്ലതും ചേർക്കാം, വേണമെന്നില്ല. ഇല്ല ശർക്കരയും ചേർക്കണമെന്നില്ല. ശർക്കര വെച്ച് മധുരം കുറവാണെങ്കിൽ ശർക്കര ഒഴിവാക്കാം. ശർക്കര ചേർക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ ഇത് ഒരു കുറേ ചട്ടിക്കകത്ത്, മൺചട്ടിക്കകത്ത് വെച്ച് അടുപ്പ വെച്ച് കത്തിച്ച് വറുത്തെടുക്കണം. ഇപ്പം നമ്മളിത് ഇപ്പോൾ ഈ അടുപ്പ വെച്ച് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും ഇത് അങ്ങനെ വറുത്ത് എടുക്കുക. നല്ല രീതിയിൽ ആയി വരുമ്പോൾ അത് എൻ്റെ തൊലിയൊക്കെ പുറം തൊലിയൊക്കെ കുറേശ്ശെ പൊളിഞ്ഞു പോകാത്ത രീതിയിലാകുമ്പോഴത്തേക്കും അത് അതിൻ്റെ വേവായി വരും. ഏകദേശം അത് കഴിഞ്ഞ് നമ്മളത് വെക്കുന്ന എടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ ഞെക്കി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വേവിൻ്റെ അളവ്. അപ്പോൾ അത് വെന്ത് വരുന്ന ഒരു പരുവത്തിലാക്കുന്നവരെ നമ്മൾ ഇങ്ങനെ അടുപ്പ വെച്ചത് വേവിച്ചെടുക്കുക. അത് ഗ്യാസിലും വെക്കാം, ഗ്യാസ് എടുക്കാൻ കുറേ സമയം എടുക്കും ഇത് വെന്ത് വരണമെങ്കിലേ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് അവിടെ വെളി വെച്ച് ഒരു അടുപ്പ് കൂട്ടിയിട്ട് അതിനകത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വേണം. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പലതും പല വേവായി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഈ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കുക. അത് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കണം. അല്ലെങ്കിൽ ഈ നന്നായിട്ട് പല വേവായി പോകും. പല വേവാകാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ആ ഒരു ലാസ്റ്റ് ഇളക്കിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഇത് പൊളിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പരുവത്തിന് കാണുന്നതാണ് ഈ പടം. കുറച്ച് തേങ്ങ ഇടുക, കുരു ഒന്നെടുത്ത് വെച്ചിടുക, തേങ്ങ ഇടുക. നമ്മൾ പഴയ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മിക്സി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലാണ്. ഇപ്പം നമുക്ക് മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇടിച്ചെടുക്കുകയാണ് ഉലലിനകത്ത്. ഇത് ഉലക്ക എന്ന് പറയുന്ന സാധനം, ഉലക്ക. അപ്പോൾ ഇതിൻ്റെ ഈ മോളം കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം ഇങ്ങനെ അതൊക്കെ ഇടിച്ചെടുക്കുക. നമുക്കിങ്ങനെ നമ്മുടെ ചക്കക്കുരു തേങ്ങയും കൂടെ ഇടിച്ച്, ചക്കക്കുരു വറുത്തതും തേങ്ങയും കൂടെ ഇടിച്ച് ഇതായിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് വേണമെങ്കിൽ ഷോറുകാർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം. അത് ഉരുട്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ആരും കുഴപ്പമില്ല. നല്ല രീതിയിൽ കഴിക്കാവുന്നതാണ്, പ്രോട്ടീനുള്ള സാധനം. ഇനി അത് നമ്മളിതിനു വേണ്ടി ഇതിനകത്ത് ഇതിട്ടിട്ട് ശർക്കരയും കൂടെ ഇടുകയാണ്. നാടൻ ശർക്കരയാണ്. രണ്ടും കിടക്കട്ടെ. ഇച്ചിരി കൂടുതലായിരിക്കും. ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണേ. ഇടിച്ച് ശർക്കരയും കൂട്ടി ഇടിച്ച് നല്ല പരുവത്തിലാക്കി ഇനി അതിനെ നമുക്ക് ഉരുട്ടിയെടുക്കണം.
നമ്മൾ സ്പൂണ് ഇളക്കിയെടുത്ത് ഓക്കെ ഉരുട്ട ഞാൻ തന്നെ ഉരുട്ടാല്ലേ. വലിപ്പം കൂടുതൽ ഉണ്ടോ? എല്ലാവരും ഉരുട്ടി വേണം. മറ്റേ നല്ല അതുപോലെ പ്ലേറ്റിനകത്തോട്ട് വെച്ചെടുക്കാം. ഇതാണ് നമ്മൾ ചക്കൂരും തേങ്ങായും ശർക്കരയും കൂടി ഇട്ടിടിച്ച് പൊടിച്ച് ഉരുട്ടി വെച്ചിരിക്കുന്ന പരുവത്തിലുള്ള ഉരുളകളായി കാണും. താങ്ക് യു ഫോർ